കവിളിത്തലോടി ഈണം മുഴങ്ങും പഴം പാത്തി മുങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിത്തലോടി ഈണം മുഴങ്ങും പഴം പാത്തി മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി മറങ്ങി എങ്ങി ഉള്ളോർക്കുടം പോലെ ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം പിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ മാറുന്നു വെള്ളീകവും മറഞ്ഞു പൂവിൻ്റെ കവിളിത്തലോടി ഈണം മുഴങ്ങും പഴം പാത്തി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി മറഞ്ഞു എന്റെ ഉള്ളും പോലും ഒരു അന്വർത്ഥമായിട്ടുള്ള ഒരു പാട്ടായോ സംശയം. ഒരു വിതുമ്പൽ നമ്മുടെ മനസ്സിലൊക്കെ തോന്നിപ്പോയി എന്നുള്ളത് സത്യമല്ലേ? പക്ഷെ കാറ് നമ്മുടെ മനസ്സിൽ നിന്നൊന്നും വിടവാങ്ങുന്നില്ല. അപ്പൊ ഈ പാട്ടിനെ സംബന്ധിച്ച് ഒരു ഏകാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തില് നമ്മൾ കേൾക്കാനും മൂളാനും ആഗ്രഹിക്കുന്ന ഒരു സംഗീതമാണത്. നല്ല വരികളാണ്. ഇത്രയും ഒരു ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാത്രം കിട്ടിയൊരു ഭാഗ്യമാണ്. ഈ ഒരു വിവരം അറിഞ്ഞുകൂടായിരുന്നു. സിന്ധുവിന് നന്ദി പറയുന്നു. നമുക്ക് ഓഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കണമല്ലോ. കൃതജ്ഞതയ്ക്കായിട്ട് സഖാവ് പി മുരളീധരനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ സഖാവ്, ഈ സമ്മേളനത്തിൽ യാത്രയുടെ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ പ്രവർത്തകരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, കാരണം ഇങ്ങനെ ഒരു ചടങ്ങിൽ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ഇതിന് വരാമെന്ന് സംബന്ധിച്ച സാറിന് ആദ്യമേ തന്നെ ഒരു നന്ദി പറയുകയാണ്. കാരണം സാറ് 2 മാസമായി ലീവിലാണ്. നമ്മൾ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് സാറിനെ ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ തന്നെ ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും സാറെ പങ്കെടുക്കാമെന്ന് സാറ് അറിയിക്കുകയും അപ്പോൾ തന്നെ നമ്മൾ ഈ ഡേറ്റ് തീരുമാനിക്കുകയാണ് ചെയ്തത്. കാരണം ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ, തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേക സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടിക്ക് മറ്റു വിശിഷ്ട വ്യക്തികളെ ആരെയും കിട്ടാത്തത്. എങ്കിൽ കൂടി ഈ ചടങ്ങ് ഇത്രയും ഭംഗിയാക്കാൻ കഴിഞ്ഞത് നമ്മൾ ഓരോരുത്തരുടെയും പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് കാരണം 2ാം ഓഫീസിൽ ഫിനാൻസ് മന്ത്രിയായി വന്നതിന് ശേഷമാണ്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പായി നമ്മുടെ സൊസൈറ്റി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാനത്തെ ഐഡന്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട് ഞാൻ സാറുമായി ആദ്യമായി സംസാരിക്കുന്നത് ബന്ധപ്പെടുന്നു. അതുവരെ അതിനുശേഷം ഫിനാൻസ് മന്ത്രിയായി വന്നതിന് ശേഷം നമ്മുടെ സംഘടനയുടെ എല്ലാ പരിപാടികളിലും സാർ സജീവമായി തന്നെ പങ്കെടുത്തിട്ടുണ്ട്. കാരണം ഇപ്പൊ നേരത്തെ പല സ്ഥലങ്ങളും പറഞ്ഞതുപോലെ ആ ഫിനാൻസ് മാനേജർ നമ്മുടെ സീറ്റിലിരുന്നുകൊണ്ട് അവിടെ പലരും അവരില്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും നടക്കൂല, ഫണ്ട് മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ മികവ് അല്ലെങ്കിൽ അവരുടെ പ്രത്യേകത കൈമാറുന്ന പറഞ്ഞതിലൊരു അത് എങ്ങനെയായിരുന്നാലും അത് നടത്താൻ കഴിയുമെന്ന് സാറ് കാണിച്ചു കൊടുക്കേണ്ടിയിട്ടുണ്ട്. കാരണം വളരെ സാറ് നേരത്തെ പല സഖാക്കളും പറഞ്ഞതുപോലെ വളരെ ശാന്തരായി ഒരു ബഹളങ്ങളുമില്ലാതെ ആ ഫിനാൻസ് മാനേജർ എന്നുള്ള ആ
സീറ്റ് എങ്ങനെ ഇരുന്നാൽ കാര്യങ്ങൾ നടത്താൻ കഴിയും, വിശ്വസ്തയോടെയൊക്കെ നടത്താൻ കഴിയുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു. ആ SRI ചടങ്ങിൽ പങ്കെടുക്കാനെത്തി ആ സാറിനെ ഉപകാരം നൽകാൻ ഈ ചടങ്ങിനെ സംഘടിപ്പിക്കാനൊക്കെ കഴിഞ്ഞത് ഈ ചടങ്ങിൽ പങ്കെടുത്ത നിസ്സാറിനെ ആദ്യമായി പ്രോപ്പർട്ടി എംപ്ലോയീസ് യൂണിയന്റെ കാശൂസന കമ്മിറ്റിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്ത ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന അധ്യക്ഷയ്ക്കാണ് ആദ്യം നന്ദി പറയേണ്ടത് തന്നെ. എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ചടങ്ങിൽ വിശിഷ്ടാതിയായി പങ്കെടുത്തതിന് നിസ്സാറിന് നന്ദി പറഞ്ഞിട്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷയ്ക്ക് നന്ദി പറയാമെന്ന് കരുതിയാണ് ഈ യോഗത്തിൽ ഈ ചടങ്ങിൽ അധ്യക്ഷയായിരിക്കുന്ന യൂണിയന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വർദ്ധമൊക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തായി നമ്മുടെ യൂണിയന്റെ സെക്രട്ടറിയും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ആകെ നേതൃത്വപരമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സഖാവരും ആ സഖാവിന് യൂണിയന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു, ഈ ചടങ്ങിന്റെ പേരിൽ. അതുപോലെ തന്നെ ഈ യാത്രയുടെ ചടങ്ങിനും കമ്മിറ്റിക്കുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കോർപ്പറേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ എല്ലാ പ്രവർത്തകർക്കും ഈ കോർപ്പറേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. ഭഗവതി